ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി രാവിലത്തെ കുറച്ച് കലാപരിപാടികളാണ്. അപ്പോൾ മക്കളെയൊക്കെ വിളിച്ചുണർത്തി ഓലൊക്കെ മാറ്റി റെഡിയാക്കി ഓൽക്ക് ചായ എടുത്തു. സാധനം മാറ്റണുള്ളൂ. മുമ്പ് രണ്ടാളെയും മാറ്റില്ല, ഇനി ഒരു ചായ എടുക്കുകയാണ്. ഓൾക്ക് ഉറക്കം തേങ്ങിട്ടില്ല, അതാണ് പറയുന്നത്. മക്കനിട്ട് ശരിയായിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്. അങ്ങനെ ഷാനുവിൻ്റെ മാറ്റലും കഴിഞ്ഞു. ഓനക്കും ചായ എടുത്ത് അപ്പത്തിന് ഇപ്പപ്പ കൊണ്ടുപോകാൻ വന്നിരുന്നു. ഇപ്പപ്പാകും ചായ എടുത്ത പോലെ അങ്ങനെ മദ്രസക്ക് പോവുകയാണ് ഓല്. അങ്ങോട്ടും പോയിട്ട് ഇങ്ങോട്ടന്നെ വരുന്ന സലാം പറയാൻ വേണ്ടിയിട്ട് കൈ തരാൻ വേണ്ടി ഇങ്ങോട്ടന്നെ വന്ന് അങ്ങനെ ഓല് മദ്രസക്ക് പോയി. അങ്ങനെ ഓല് പോയി കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോയി വെച്ച് ടേബിളൊക്കെ ഒന്ന് തുടച്ച് ശരിയാക്കി. അങ്ങനെ റൂമിലേക്ക് വന്നുകൊണ്ട് ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ തട്ടിക്കൂട്ടി ശരിയാക്കാൻ നിന്ന്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടി ശരിയാക്കി വിരിച്ചിട്ടു. അപ്പോഴാണ് ഉമ്മ വിളിച്ചത്. റിച്ചുവിന് സുഖമില്ല, ഓനായിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി എളുപ്പം പണികൾ ഒരുക്കുകയാണ്. മക്കൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ എന്ന് എഴുതിയിട്ട് എളുപ്പം ഗ്യാസ്മോ വെള്ളം വെച്ച് ഹോസ്പിറ്റലിലേക്ക് പോണതിൻ്റെ മുന്നേ ചോറ് ഊറ്റണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ചോറ് ചൂടേക്കാരം ഒലുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ. അപ്പത്തിന് ഇളയച്ചൊന്ന് വിളിച്ചു ഫോണിൽ 7:45 വണ്ടി വരും എന്നും പറഞ്ഞാണ്ട്. അത് കഴിഞ്ഞ് ഫോൺ വെച്ചപ്പോഴത്തേന് ടുട്ടു വന്നു. ടുട്ടുവിനോടും വർത്താനം പറഞ്ഞു. അങ്ങനെ വെള്ളം തിളക്കൽ തുടങ്ങിയിരിക്കണം. അരി കഴുകിയപ്പോഴത്തേന് നല്ലോണം വെള്ളം തിളക്കൽ തുടങ്ങി. തിളച്ച വെള്ളം കൊണ്ടൊന്ന് അരി കഴുകി റേഷൻ പീടിക കൊണ്ട് എളുപ്പം ഉണ്ടല്ലോ വേവാൻ. തിളച്ച വെള്ളം കൊണ്ടൊന്ന് കഴുകി അരി തീമട്ടു. പോവാനാകുമ്പോഴത്തേനും വെന്ത് കിട്ടണമല്ലോ എന്ന് എഴുതിയിട്ട് എളുപ്പം അരി തീമട്ടു. അങ്ങനെ അരിയൊക്കെ ഇട്ട് അവിടെയൊക്കെ തുടച്ച് ശരിയാക്കി. മക്കൾ ചായ അടിച്ച കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, പിന്നെ അരിയിട്ട പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാനും. അതൊക്കെ കഴുകി വെച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മഴ അങ്ങനെ ചാറിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാൻ എത്തി. അങ്ങനെ ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച് കടി ദോശ ഇടാലോ വിചാരിച്ചങ്ങാണ്ട് അരി അരച്ച് വെച്ചിരുന്നു. അപ്പോൾ നടക്കി നല്ല നിറച്ച് പൊന്തൊക്കെ ചെയ്തിക്കണു. അങ്ങനെ അതിൽ ഇപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചു. ദോശ ഇടാലോ എന്നേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കി ഒല് വരുമ്പത്തിന് മദ്രസ ഇട്ട് വരുമ്പത്തിന് ഞാൻ ഇനി അവിടുന്ന് പോയി എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ചങ്ങാണ്ട് അല്പം കറിയും കടി ഉണ്ടാക്കിയേക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ ദോശ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പത്തിന് ചോറ് വേവാനായിരുന്നു. അങ്ങനെ ദോശക്ക് ചട്ടി തീമ വെച്ചു. അങ്ങനെ ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് ദോശയും ചുട്ടും കൊണ്ട് നിൽക്കുകയാണ്. ചോറ് പിന്നെ ഏകദേശം വേവാനായിക്കണ്. അതിൻ്റെ അടിയിൽ കൂടെ വേറെയുള്ള പണികൾ നടക്കുന്നുണ്ട്. മക്കൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചോറ് വെന്തിക്കണമെന്ന് നോക്കുകയാണ്. ചോറൊക്കെ വെന്ത് തുടങ്ങിയിരിക്കണം. പിന്നെ ചോറ് ഊറ്റാൻ നിന്ന്. ചോറ് വാങ്ങി അങ്ങനെ ചോറ് ഊറ്റാൻ നിന്ന്. ചോറ് ഊറ്റൽ ഏകദേശം കഴിയാനായിക്കണം. അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കാമല്ലോ എന്ന് എഴുതിയിട്ട് തേങ്ങ ചിരവാൻ നിന്നു. തേങ്ങ ചിരവലും കഴിഞ്ഞു. ദോശ ചുടലും നിർത്തി വെച്ചു. ഇനി ദോശ ചുട്ടും കൊണ്ട് എന്നാൽ ചിലപ്പോൾ വണ്ടി വരും. അപ്പം പിന്നെ വേണമെങ്കിൽ വന്നിട്ട് ചുടാലോ വിചാരിച്ചിട്ട് തേങ്ങയ്ക്ക് എല്ലാം ഇട്ടുങ്ങാണ്ട് അരക്കാൻ വേണ്ടി വെച്ചു. ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി തീമ വെച്ച് അങ്ങനെ അപ്പത്തിന് 7:45 തുടങ്ങിയിരുന്നു. പിന്നെ ഓട്ടോൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ മാറ്റാൻ പോയത്. പിന്നെ ഓട്ടോ വന്ന് ഞാനങ്ങനെ പോയി അങ്ങോട്ട് പോയി. അവിടുന്ന് ഓല എടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. പെരൻ്റെ അവിടേക്ക് എത്തിക്കണം. ഞാൻ വണ്ടി കയറിയേക്ക് തന്നെ എനിക്ക് കാണിച്ചു തരികയാണ്. ചെവിയ വേദന ഉണ്ട് കാരണം കാണിച്ചു തരികയാണ്. അങ്ങാടിപ്പുറത്തേക്കാണ് പോയിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ്. അങ്ങനെ അവിടുന്ന് എളുപ്പം കാണിച്ച് പോന്നു. പിന്നെ അവിടെ വന്നിട്ട് മക്കൾക്ക് ചോറാക്കാൻ വേണ്ടി നിന്നു. വന്നേക്കിന് തന്നെ ചോറാക്കാൻ നിന്ന്. പെരും മഴയായിരുന്നു. അപ്പോൾ തറവാട്ടിലൊന്നും ഇറങ്ങാൻ കൂടിയില്ല. പിന്നെ അവിടെ ഇറങ്ങിയാൽ ഇവർക്ക് ഇവിടെ ചോറാക്കാൻ ഇതിനൊക്കെ നേരം വൈകും ചെയ്യും.
രാവിലെ തന്നെയല്ലേ. ഓല് വരുമ്പത്തിന് ഇങ്ങോട്ട് എത്തണം എന്നുള്ള രീതിയിലാണ് പോയിരുന്നത്. ഓല് ഫയർ സീറ്റ് അവിടെ ഇറങ്ങി, ഞാൻ ആ ഓട്ടോയിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പിന്നെ ഒരു കൂട്ടാണ്ടാക്കിയിരുന്നില്ല, അപ്പോൾ കൂട്ടാണ്ടാക്കാൻ പോയി. പിന്നെ കൂട്ടാനൊക്കെ ആക്കി പാത്രം അടച്ച് വെച്ച്. പിന്നെ കൂട്ടാൻ മാത്രമല്ലേ കൊണ്ടുപോകുള്ളൂ, ചോറ് കൊണ്ടുപോകില്ല. സ്നാക്സ് പിന്നെ ഓള് വന്നിട്ടേ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് വാതിൽ തുറന്നിരിക്കുന്ന തന്നെ ഒരു തല്ലുപിടിയും കൊണ്ടാണ് വരുന്നത്. 3 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിയും കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഓല് മാറ്റിയിട്ടെങ്ങാണ്ട് ഓല് ചായ കുടിച്ചായിരുന്നു. അപ്പത്തിന് വാർത്ത ഇട്ടിരുന്നു, ഇന്ന് നിലമ്പൂർ ഓട്ടല്ലേ. അങ്ങനെ ചായയും കടിയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സച്ചു ആദ്യം പോയി. സച്ചു സ്കൂൾക്ക് പോയി. സച്ചു നുള്ളിപ്പെറുക്കിയും കൊണ്ടാണ് പോണന്നെ, നീത്തപ്പായം നിന്നുകൊണ്ടാണ് പോണേ. സലാം പറഞ്ഞ് അങ്ങനെ ഓൻ പോയി. പിന്നെ മറ്റോലെയും കുളി കഴിഞ്ഞ് പിന്നെ രാവിലെ കുളിച്ചേ പോവുള്ളൂ മദ്രസക്ക്. പിന്നെ ഓലും അങ്ങനെ സ്കൂൾക്ക് പോയി. ഓനും സലാം പറഞ്ഞ് അങ്ങനെ ഓലും പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുമോലാന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.